പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാത ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 37. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും എല്ലാവർക്കും പരിചിതമുള്ളൊരു വചനഭാഗമാണ്. നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്ത എൻ്റെ ഹൃദയത്തിൽ ധ്യാനത്തിൽ വന്നതാണ്. ദൈവം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വാക്ക് എപ്പോഴാണ് ഉവ്വ് ഉവ്വ് എന്നായിരിക്കട്ടെ. അടുത്ത് പറയുന്നു ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അപ്പം ഇല്ല എന്നൊരു കാര്യത്തിന് ഇല്ല എന്നും ഉവ്വ് എന്നൊരു കാര്യത്തിന് ഉവ്വ് എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായിട്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉവ്വ് എന്നതിനോട് ഇല്ല എന്ന് ആഡ് ചെയ്യുകയോ ഇല്ല എന്ന വിഷയത്തിൽ ഉവ്വെന്ന് ആഡ് ചെയ്യുകയോ ചെയ്ത്, അല്ലെങ്കിൽ ഇത് രണ്ടുകൂടെ കൂട്ടി കലർത്തി നമ്മൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? അവിടെ പാപം ഉണ്ടാകുന്നു, അവിടെ ഫോഷ്ക് ഉണ്ടാകുന്നു, അവിടെ ചിലപ്പോൾ കലഹമുണ്ടാകുന്നു, അവിടെ ചിലപ്പോൾ സമാധാനക്കേടുണ്ടാവുന്നു, അവിടെ ചിലപ്പോൾ എന്തുണ്ടാവുന്നു? അവിടെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നു, അല്ലേ? അത് നമുക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്ക് കാണുന്നു. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്നും അതേ വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ വാക്കുകൾ എങ്ങനെയായിരിക്കണം? ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. എന്നാൽ അധികമായത് ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടരുത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോടൊക്കെയോ ഈ ലഘു സന്ദേശത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയുന്നു. നിങ്ങളുടെ വാക്കുകളെ കൊടുക്കാൻ ചില സംഗതികളൊക്കെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. എന്താണെന്നറിയാമോ? നമ്മുടെ വാക്കുകളെ പിടിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? ദുഷ്ടൻ ജയമെടുക്കാൻ ഒരു അവസരം നമ്മൾ ഈ പ്രഭാതത്തിൽ ഒരുക്കി കൊടുക്കരുത്. ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇടപെടുന്ന വിഷയത്തിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ ആ വിഷയത്തെ എൻ്റെ യാഥാർത്ഥ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ മുൻപോട്ട് പോകുന്നതും ശരിയായത് മുൻപോട്ട് പോകുവാനും ഒക്കെ നിങ്ങളുടെ ആ വാക്കുകൾ കാരണമായി തീരും. ചിലപ്പോൾ അത് ഈ പറഞ്ഞും ഇല്ല എന്ന് പറയുമ്പോഴും അത് ചില ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ചിലപ്പോൾ സൃഷ്ടിച്ചു എന്ന് വരാം. എന്നാൽ പോലും അതിൻ്റെ അവസാനം ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹപൂർണ്ണമായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഓഫീസിൽ ബന്ധുമിത്രാദികളോട്, സ്നേഹിതരുടെ ഇടയിൽ ഒക്കെ നിങ്ങളുടെ ആദരങ്ങളെ സൂക്ഷിച്ച് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അധികമായ വിഷയത്ത് അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നുള്ള വലിയ ഒരു പ്രബോധനം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കൈമാറുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായി നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് നിറച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.